ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടോക്സ്. മോൻ്റെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുട്ടി വ്ലോഗുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ Happy birthday to you. ഡാനിഷിൻ്റെ 10th ബർത്ത്ഡേ ആണെന്ന്. സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ വരുന്ന സമയത്താണ് നമ്മുടെ മക്കളൊക്കെ എത്രത്തോളം വലുതായി എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് ഓർമ്മിക്കുന്നതും തിരിച്ചറിയുന്നതും ഒക്കെ. അല്ലെങ്കിൽ എപ്പോഴും നമ്മളുടെ മക്കളെപ്പോഴും നമുക്ക് കുട്ടികൾ തന്നെയാണല്ലോ. അപ്പം ബർത്ത്ഡേ ആണ്, പക്ഷെ അവൻ നല്ല ബിസിയാണ്. സ്കൂളിൽ എക്സാമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ്. രാവിലെ മുതൽ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് കട്ടിങ് രാത്രിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ബർത്ത്ഡേ ഒക്കെ നമ്മൾ കസിൻസിൻ്റെ കൂടെയാണ് കേക്കൊക്കെ കട്ട് ചെയ്യാറുള്ളത്. വീട്ടിലോട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കും, അല്ലെങ്കിൽ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ സെലിബ്രേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അതിനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നൂറ് പുറത്തു പോയിട്ട് അവനുള്ള ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ അവന് എന്ത് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും കൂടുതലും ബുക്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവന് കളറിങ് ഇഷ്ടമാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറുള്ളത്. കാരണം നമ്മൾ മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും വിജ്ഞാനപ്രദമായ അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം കേട്ടോ. മക്കളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മളെപ്പോഴും ചെയ്തു കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ഗിഫ്റ്റ്സ് കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഗിഫ്റ്റ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പം അവന് കുറച്ച് ബലൂൺസ്, ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ കേക്കൊക്കെ വാങ്ങിച്ചു. കേക്ക് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടില്ല കേട്ടോ, പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബർത്ത്ഡേ ആയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് എന്താണ് ഇഷ്ടം, എന്താണ് മമ്മ ഉണ്ടാക്കി തരേണ്ടതെന്ന് വെച്ചപ്പോൾ ആദ്യം അവൻ ബർഗറാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇതൊന്നും കഴിക്കാറില്ല, ഒരുപാട് നാളായി കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അവനൊരു ചിക്കൻ ബർഗർ ഉണ്ടാക്കുന്നുണ്ട്. സോസൊന്നും ഒരുപാട് അവന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് മയോണൈസ് സ്പ്രെഡ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ബർഗറാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ കൂടെ ഞാൻ റവ വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു കേക്കുകളും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇഡ്ഡലി തട്ടിൽ നമ്മുടെ റവ വെച്ചിട്ട് കേക്കും ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ചെയ്യാൻ. നിങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവന് പ്രോൺസ് ബിരിയാണി നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പ്രോൺസ് കൊണ്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇതവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊന്ന് ടേബിളിൽ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. മക്കൾ നല്ല സന്തോഷത്തിലാണ്. ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ ഇല്ലെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ബർത്ത്ഡേയുടെ ആ ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പം ഇനി എന്തായാലും നമുക്ക് കേക്ക് മുറിക്കാം, ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. Happy birthday, Zamin. Happy birthday to To you. Happy birthday. Yenda. ഇന്ന് ആരെ ബർത്ത്ഡേ ആണ്? Vayande. ഡാവിയുടെ ബർത്ത്ഡേ എന്നാ? Dandu birthday. Zandakum birthday. രണ്ടാൾക്കും ബർത്ത്ഡേ. ബയ്യക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടോ നീ? In the What is cake. ഡാമി Yenda. ആരെ ബർത്ത്ഡേ? Vayande.
എന്താ ഗിഫ്റ്റ്? കേക്ക്. കേക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. കേക്ക്. സർപ്രൈസ്. Wow, ഭയങ്കര ഗിഫ്റ്റ്. സർപ്രൈസ്. പറ്റിച്ചത്. സർപ്രൈസ്. സർപ്രൈസ്. എത്ര ഗിഫ്റ്റായി? Tree. Tree. സോമനിയായോ? ദാമി ആരുടെ ഹാപ്പി ബർത്ത്ഡേ? ദാമിയുടെ ആണോ ബയ്യയുടെ ആണോ? ബയ്യയുടെ അല്ലേ? ദാമിക്ക് ഭയങ്കര ഗിഫ്റ്റ് തരാം. ബയ്യ ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ട് ബയ്യ ദാമിക്ക് ഒരു ഗിഫ്റ്റ് തരും ഫസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ പറയും ബയ്യനോട്. ഹാപ്പി ബർത്ത്ഡേ. നീ ഇതിവിടെ വെക്ക്. നീ ബയ്യക്ക് ദാമി ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഇത് കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയും. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഇതിൽ എന്താ നോക്കണ്ടേ? നമുക്കറിയുന്നത് ഞാൻ മമ്മനോട് തന്നെ രണ്ട് പറഞ്ഞ ബുക്ക്. മനസ്സിലോടെ ക്ലോസ് ചെയ്യണേ. ക്ലോസ് ചെയ്യണേ. ഓപ്പൺ ആക്കരുത്. ഹായ് ഗ്ലിറ്റർ ഗ്ലൂ. എന്താ വാട്ടർ കളർ പാഡ്. ഇഷ്ടായോ? താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. Happy birthday to you. Happy birthday to you. Thank you. Happy birthday to you. കുറച്ചുള്ളൂ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday dear Daddy Shkuta. Happy birthday to you. പക്ഷെ ഉള്ളിൽ ഭയങ്കര സ്നേഹം, മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു എന്ന് വിചാരിക്കുന്ന എല്ലാവിധ ആശംസകളും. അപ്പം വിഭവസമൃദ്ധമായ ഫുഡൊക്കെ ഷബാനിത്ത കൊല്ലും ഷബാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. നൂറിക്ക അതുപോലെ തന്നെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ഒരു കിട്ടിലൻ ബർത്ത്ഡേ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അത്ത. അപ്പോൾ ഇതാ ഇവിടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാണ്. നമ്മൾ അജയ് ചേട്ടനും ഇവയും ദാനിഷിന് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ ഒരു അവസരത്തിൽ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. നിങ്ങളുടെ ആശംസകൾ ഞങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചെറിയ വ്ളോഗാണ്. സംഭവ ബഹുലമായിട്ടുള്ളൊരു സെലിബ്രേഷനൊന്നുമല്ല. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ പുതിയ റെസിപ്പിയും ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.